നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുതിക്കുമ്പോൾ കേരളം ഏറെ പിന്നോട്ട് പോയി. സംസ്ഥാനത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും നിർണായകമായ വിദേശ നിക്ഷേപത്തിലെ ഇടിവ് ഗുരുതരമായ പ്രതിസന്ധിയായി തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ കാണുന്നത്. മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകളുടെ തലവന്മാരും വ്യവസായ മന്ത്രിമാരും മറ്റും വിദേശ നിക്ഷേപം തേടി പലതവണ യാത്ര ചെയ്തിട്ടും കാര്യമായ ഗുണമുണ്ടായില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ 6 വർഷത്തെ കണക്കുകൾ പരിശോധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളത്തിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം രാജ്യത്തെ മൊത്തം വിദേശ നിക്ഷേപത്തിന്റെ 1% താഴെയാണ്. 2025-26 കേരളത്തിൽ ലഭിച്ചിട്ടുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം 3281 കോടിയാണ്. കഴിഞ്ഞ 6 വർഷം ദേശീയ നിക്ഷേപത്തിന്റെ 1% ഉറച്ചു നിന്നിരുന്ന കേരളം ഈ വർഷം 0.64% ഇടിഞ്ഞു താഴ്ന്നു. ദേശീയ തലത്തിൽ കേരളത്തിന്റെ സ്ഥാനം 11ാമതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിരുന്ന 3330.26 കോടി രൂപ പോലും നിലനിർത്താൻ കേരളത്തിന് ആയില്ല. 1,12,869.88 കോടി രൂപയായി. തമിഴ്നാടിന് 32% വളർച്ചയാണ് ഉണ്ടായത്. തമിഴ്നാട്ടിന് ലഭിച്ച നിക്ഷേപം 41,197.97 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം 1957.05 കോടി രൂപയായിരുന്ന ആന്ധ്രാപ്രദേശ് കേരളത്തെ മറികടന്നു. കഴിഞ്ഞ വർഷം അവർ നേടിയത് 5,354.4 കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ്. നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സംസ്ഥാന സർക്കാരിന് സുസ്ഥിരമായ സംവിധാനം ഉണ്ടായേ കഴിയൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്കുള്ളതോ അതിനേക്കാൾ ഏറെയോ അനുകൂല ഘടകങ്ങൾ ഉണ്ടെന്ന് CDSന്റെ ഡയറക്ടർ ഡോക്ടർ C വീരമണി ചൂണ്ടിക്കാട്ടുന്നു. ഹൈടെക് സ്ഥാപനങ്ങൾ ഉറ്റുനോക്കുന്ന എല്ലാ അനുകൂല ഘടകങ്ങളും കേരളത്തിനുണ്ട്. മലിനമല്ലാത്ത പ്രകൃതി, സാങ്കേതിക മികവുള്ള തൊഴിലാളികൾ, ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ തുടങ്ങി സ്ഥാപനങ്ങളെ ആകർഷിക്കാനുള്ള എല്ലാ സംവിധാനം ഇവിടെയുണ്ടെങ്കിലും സുവ്യക്തമായ നയവും ചട്ടക്കൂടും ചടുലമായ ഭരണനിർവഹണ നയ സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. 1930 കോടിയായി തെലങ്കാനയുടെ നിക്ഷേപം കുറഞ്ഞെങ്കിലും ആകത്തുകയുടെ കാര്യത്തിൽ കേരളത്തെക്കാൾ അവർ ബഹുദൂരം മുന്നിലാണ്. കഴിഞ്ഞ 6 വർഷവും കേരളത്തിന്റെ വിഹിതം 1% പോലും എത്തിയിട്ടുമില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിലേക്ക് വന്ന ആകെ നിക്ഷേപം 5,16,938.85 കോടി രൂപയാണ്. ഏറ്റവും കൂടുതൽ നിക്ഷേപം വന്നത് കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ മേഖലയിലാണ്. 1,26,270 കോടി രൂപ. സേവന മേഖലയിൽ 87,873 കോടി രൂപയും വിപണന മേഖലയിൽ 35,234 കോടി രൂപയും നിക്ഷേപം കൈവരിച്ചു. സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നേടി മഹാരാഷ്ട്ര 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. വിഹിതം മുൻവർഷത്തെ 39.16% നിന്ന് 31.3% കുറഞ്ഞു. 2ാം സ്ഥാനം നിലനിർത്തിയ കർണാടകയുടെ വിഹിതം 13.23% നിന്ന് 21.9% കുത്തനെ ഉയർന്നു. ഹൈടെക് വ്യവസായങ്ങളും വിദേശ സ്ഥാപനങ്ങളും കേരളത്തെ കൈവിടാനുള്ള കാരണങ്ങളെക്കുറിച്ച് കാര്യമായ പഠനം അനിവാര്യമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതത് കാലഘട്ടത്തിൽ അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ മുൻകൈയെടുത്ത് വിദേശയാത്രകൾ നടത്തുകയും വ്യവസായങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതും ഒഴിച്ച് ഇതിനുവേണ്ടി സംഘടിതമായ നയമോ സംവിധാനമോ ഇതുവരെ രൂപീകരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. അമിതമായ രാഷ്ട്രീയവൽക്കരണവും ട്രേഡ് യൂണിയനുകളുടെ, പ്രത്യേകിച്ച് ഭരണമുന്നണിയിലെ ഘടകകക്ഷികളുടെ സംഘടനകളുടെ ഇടപെടലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ വീഴ്ചകളും ഒക്കെ വിദേശ നിക്ഷേപം കുറയാനുള്ള കാരണമാണ്. ടേക്കോമുമായുള്ള കരാർ ഒപ്പിട്ട് വർഷങ്ങളായെങ്കിലും ഇനിയും ഒന്നും നടന്നിട്ടില്ല എന്നതും ടെക്നോ പാർക്കിന്റെയും ഇൻഫോ പാർക്കിന്റെയും അടുത്ത ഘട്ടം വികസനം സ്തംഭിച്ചു നിൽക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി ഉണ്ടായാലേ കേരളത്തിന് കടന്നു കയറാനാകൂ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.